ഭീകരമായിട്ടുള്ള കഥയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ മേക്കിംഗ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള അരുൺ മതീഷൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മേക്കിംഗ്, ക്യാപ്റ്റൻ മില്ലർ നിങ്ങൾ കണ്ടതാണെങ്കിൽ പുള്ളിയുടെ എക്സ്പ്ലോസീവ് സീൻസൊക്കെ പുള്ളി യൂസ് ചെയ്യുന്നത് കൂതറ CGI ഒന്നുമല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത്. ഈ സിനിമയ്ക്കകത്തും ഇപ്പം നാടൻ ബോംബൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ല, അത് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വെടിവെക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. ഇന്ത്യൻ മൂവീസിൽ വെടിവെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, തോക്കിൻ്റെ റീകോയിലിംഗ് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കത്തില്ല. AK-47 ഇങ്ങനെ ചുമ്മാ പിടിച്ച് വെടിവെക്കുന്ന കാണാം. അത് ഇതിനകത്തും അങ്ങനെയൊക്കെ തന്നെ, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എടുത്ത് നമുക്ക് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അരുൺ മതീഷൻ എന്ന് പറയുന്ന ഡയറക്ടർ. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന പടം ധനുഷിനെ വെച്ച് ചെയ്തിട്ട് പോലും ഒരു ഫെസ്റ്റിവൽ സീസണിൽ റിലീസായിട്ട് പോലും വളരെ വലിയൊരു ഗ്രോസ് അടിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് 100 കോടിക്ക് അടുത്തെന്തോ ഗ്രോസേ കിട്ടിയുള്ളൂ. അന്ന് അയലനുമായിട്ട് ക്ലാഷ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ പടം പുള്ളിയുടെ ഒരു റിഡംഷനാണ്. പുള്ളി അത് ബോക്സ് ഓഫീസിൽ കത്തിച്ച് തീർക്കും. അതുപോലെ തന്നെ ലോകേഷ് കനകരാജ്, ഡയറക്ടർ ലോകേഷ് കനകരാജ് അസ്തമിച്ചു എന്ന് കൂലിയിലൂടെ വിധി എഴുതിയവർക്ക് ആക്ടർ ലോകേഷ് കനകരാജിൻ്റെ പുതിയൊരു ഉദയം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും.